പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നില്ലേ നിങ്ങളോട്, ഞാൻ വീട്ടിൽ പോയി വരുമ്പോൾ എന്നും ചായ കുടിക്കാറുണ്ട് ബാലേട്ടൻ്റെ കടയിൽ നിന്ന് പുല്ലാമന്തോളം എത്തിയാലെന്ന്. കട അവിടുത്തെ ഓപ്പോസിറ്റ് ഷട്ടറിലോട്ട് മാറ്റിയിട്ടുണ്ട്. പക്ഷേ ആ പഴയ നൊസ്റ്റാൾജിക് ഫീലൊക്കെ ഏകദേശം മാറിയിട്ടുണ്ട്. എങ്കിലും അവിടുത്തെ കടിക്കും ചായക്കും യാതൊരു വ്യത്യാസവും ഇല്ല കേട്ടോ. ഞങ്ങൾ സ്ഥിരമായിട്ട് വീട്ടിലേക്ക് പോകുമ്പോഴും വരുമ്പോഴും ഇവിടുന്ന് ചായ കുടിക്കാറുണ്ട്. ഇങ്ങനെ ഇന്ന് 2 ഉഴുന്നുവടയും ചായ കേട്ടോ ഞങ്ങൾ രണ്ടുപേരും കഴിച്ചത്. സിത്തുട്ടനാണെങ്കിൽ 2 കോഴിമുട്ടയും അതേപോലെ പാലും വെള്ളമാട്ടോ കുടിച്ചത്. അവന് കോഴിമുട്ട കഴിക്കാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ആകെ 10 രൂപയുള്ള ഒരു വടയ്ക്ക്, പക്ഷെ അതിൻ്റെ വലിപ്പം കുറച്ച് ഹെവിയാണ്. അതേപോലെ തന്നെ നല്ല ടേസ്റ്റാണ്, ക്രഞ്ചിയാണ് കേട്ടോ. അവിടുന്ന് നേരെ ഞങ്ങൾ പടപ്പറമ്പുള്ള പാപ്പിലോ പാർക്കൊക്കെയാണ് പോയിരുന്നത്. ഞങ്ങളവിടെ എത്തിയപ്പോഴത്തേനും ഏട്ടനും ഏട്ടത്തിയും കുട്ടി ഞങ്ങളെ കാത്തിക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് ഇപ്രാവശ്യം ആ നേരത്ത് പോകുന്നതും ഇവരെ കണ്ടുമുട്ടിയതൊക്കെ കേട്ടോ. ഏകദേശം ഒരു 7 മണിയായപ്പോൾ ഞങ്ങൾ പാർക്കിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ ഏറ്റവും സിത്തോട്ടിന് ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഓട്ടോറിക്ഷ പോലെയുള്ള ഈ ഒരു സംഭവമാണ് കേട്ടോ. അവിടെ ഒരുപാട് നേരം ഇതിൽ തന്നെയായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വിശന്നപ്പോൾ ഞങ്ങൾ കുറച്ച് ഐസ്ക്രീമും പോപ്കോണൊക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ 9 മണിയായ ക്ലോസിങ് ടൈമാണ് കേട്ടോ. അതുവരെ നമുക്ക് എവിടെ വേണമെങ്കിലും അൺലിമിറ്റഡ് ആയിട്ട് കളിക്കാം കേട്ടോ. ഒരു 6 മാസം മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്താട്ടോ ഇവിടെ ഈ ഒരു കുറച്ച് സ്പേസിൽ മാത്രം. ബാക്കിയുള്ളിടത്ത് എല്ലാ വലിയ കുട്ടികൾക്കും കളിക്കാം, പക്ഷേ ഇവിടെ വലിയ കുട്ടികൾക്ക് കയറാൻ പറ്റില്ല, ചെറിയ കുട്ടികൾക്ക് മാത്രം കയറാൻ പറ്റുള്ളൂ കേട്ടോ. കൂടെ പേരൻസിനും കയറാം. എന്തായാലും ഞങ്ങളുടെ സിത്തോട്ടിന് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് മുതലാക്കിയിട്ടുണ്ട് കേട്ടോ അവനിവിടെ. അവന് ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തത് ഇവിടെയാണ്. സിത്തുവിൻ്റെ ഉണ്ണിമോളുടെ കടക്കലും ഇരിക്കലും ഉരുളലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നപ്പോഴത്തേന് ഏകദേശം 9 മണി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ചട്ടിയിൽ ഇറങ്ങി മന്തിയൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ടാണ് പോകുന്നത്. അടുത്ത വീഡിയോയിൽ നാളെ കാണാം.